ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കറികളോടുകൂടിയും കറികളില്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരം കിട്ടാനാണ്. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജാറിൽ മുഴുവനായിട്ടും മാവ് പോന്നിട്ടില്ല, കുറച്ചവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ട, നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. ഇതൊരു 10-20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റവ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടും. ഈ റവ കുതിർന്ന് കിട്ടാനായിട്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ റവ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇത്രയും ലൂസായിട്ടാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ അരിമാവൊക്കെ കലക്കി ഒഴിച്ച് ചുടുന്നതിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ആയാലും ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിപ്പോൾ വെന്ത് കിട്ടി. ഇനി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയതുകൊണ്ട് എടുത്ത് മാറ്റാവുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എത്ര കഴിച്ചാലും മടുക്കുകയില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കറികൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കറികളില്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ചുട്ടെടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് വീണ്ടും മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചുട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.